അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാടെങ്ങും ചർച്ചയിലാണ് ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച്, ലഹരി മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, കൊലപാതകങ്ങളെക്കുറിച്ച്, സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച്, കുടുംബ ശൈഥില്യങ്ങളെക്കുറിച്ച്, ആത്മഹത്യകളെക്കുറിച്ച്. ലഹരിയുടെ വ്യാപനം അതിഗുരുതരമായ രീതിയിൽ നമ്മുടെ തലമുറകളെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയടക്കം എല്ലാവിധ ഉദ്യോഗസ്ഥരും മന്ത്രിതലങ്ങളിലും രാഷ്ട്രീയ തലങ്ങളിലും ഗൗരവമായ വിചാരപ്പെടലുകളും ചർച്ചകളും നടന്നുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഇസ്ലാം കാലങ്ങൾക്ക് മുമ്പേ സൂചിപ്പിച്ചു, ലഹരി സർവ്വ വിപത്തുകളുടെയും സർവ്വ തിന്മകളുടെയും താക്കോലാണ്, ആരംഭമാണ്, അതിൻ്റെ സർവ്വ തിന്മകളുടെയും ആണിക്കല്ലാണ്. അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്, അത് പൈശാചികമാണ്. ഏത് തിന്മകളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൊലപാതകങ്ങളാകട്ടെ, സാമ്പത്തിക തട്ടിപ്പുകളാകട്ടെ, കുടുംബ ശൈഥില്യങ്ങളാകട്ടെ, പലപ്പോഴും പല തെറ്റുകളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക്, കാരണങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാരണങ്ങളിൽ അതിഗുരുതരമായ ഒരു കാരണം ലഹരിയുടെ അതിവ്യാപനമാണ്. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് അതിൽ അഡിക്റ്റായി പോയ ആളുകൾ ചെയ്തു കൂട്ടുന്ന ക്രൂരമായ താണ്ഡവങ്ങൾ, ക്രൂരമായ പീഡനങ്ങൾ, ക്രൂരമായ അതിക്രമങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഏറ്റവും ഒടുവിലത്തേതായിരിക്കും. ഇതിനേക്കാൾ ക്രൂരമായ ഒരു കൊലപാതകം ഇനി വരാനുണ്ടോ? ഇതിനേക്കാൾ ക്രൂരമായ ഒരു ചെയ്തി ഇനി വരാനുണ്ടോ എന്ന് സംശയിക്കുമ്പോൾ വീണ്ടും അതിനെയും നാണിപ്പിക്കുന്ന, കവച്ചു വെക്കുന്ന രീതിയിലുള്ള അടുത്ത ഒരു പ്രശ്നമാണ്, അടുത്ത ഒരു കൊലപാതകമാണ്, അടുത്ത ഒരു പീഡന പരമ്പരകളാണ് വീണ്ടും വീണ്ടും നമ്മെ തേടിയെത്തിയിരിക്കുന്നത്. വിശുദ്ധ റമളാനിലടക്കം എത്രയെത്ര ആളുകളാണ് ഈ ലഹരിയുടെ കാരിയറുകളായും ലഹരി വിപണന രംഗത്തും ലഹരി കൈമാറ്റ രംഗത്തും. അതിൽ പ്രായവ്യത്യാസങ്ങളില്ല, അതിൽ ആൺ പെൺ വ്യത്യാസമില്ല, അതിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല. എല്ലാവരും അതിൻ്റെ അടിമകളായ ആളുകൾ പിന്നെ ആ ലോകത്തേക്ക് മറ്റുള്ളവരെയും വശംവദരാക്കി. ഇത് ഉപയോഗിച്ചാൽ പ്രശ്നമൊന്നുമില്ല, നിനക്ക് നല്ല ഒരു സുഖം കിട്ടും, ഇത് ലഹരിയൊന്നുമല്ല. വ്യത്യസ്ത തരത്തിലുള്ള പ്രലോഭന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കൂടെ സ്വാധീനിച്ച് തൻ്റെ സൗഹൃദ വലയങ്ങളിലുള്ള എല്ലാവരെയും ഇതിലേക്ക് എത്തിക്കണമെന്ന വാശിയോടുകൂടെ തന്നെ പ്രവർത്തിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരെയും അതിലേക്ക് കണ്ണികളാക്കുന്ന, ചെറിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അതിലെ അംഗങ്ങളായിത്തീരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം, തിരുഹദീസ് ഇതെല്ലാം കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇത് സർവ്വ തിന്മകളുടെയും താക്കോലാണെന്ന്. അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇസ്ലാം മനസ്സിലുള്ളവർക്ക്, ഹൃദയത്തിൽ ലവലേശവും ഈമാനുള്ളവർക്ക്, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർക്കാണ്, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ വകവെക്കാത്തവർക്കാണ്, അല്ലെങ്കിൽ നെവർ മൈൻഡ് ചെയ്യുന്നവർക്കാണ്, അത്തരം ആളുകളാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലും ലഹരിയുടെ ലോകത്തിൻ്റെ വിപണന രംഗത്തൊക്കെ എത്തിച്ചേരുന്നത്. ഇസ്ലാം മനസ്സിലുള്ളവർ, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ വില കൽപ്പിക്കുന്നവർ, അവരൊരിക്കലും ഇത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും വ്യാപൃതരാവുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ. ഇസ്ലാമിക മൂല്യങ്ങളെ ആദരിക്കാനും ചേർത്തുപിടിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.